2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അടുത്തത്, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യമാണ് നാം വായിച്ചത്. വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ബുധനാഴ്ച പകൽ ആലയത്തിനകത്തും സൂമിലും യൂട്യൂബിലും ഒക്കെ പ്രിയപ്പെട്ടവർ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന നിയോഗമാണ് ഈ വാക്യം. ഞാൻ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ വേദപുസ്തകം വായിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ധ്യാനത്തിങ്കൽ കർത്താവ് തന്ന ഒരു പദമുണ്ട്. അത് ഞാൻ ദൈവശബ്ദമായി ഇന്ന് പകൽ എടുക്കുകയാണ്. ഞാൻ വിടുവിക്കുന്ന യഹോവയാകുന്നു. ഒരാമേൻ പറ. ആമേൻ. ഞാൻ വിടുവിക്കുന്ന യഹോവ ആകുന്നു. ആ ഒരു വലിയ ദൈവശബ്ദം വചനത്തിനകത്ത്, സുവിശേഷങ്ങൾക്കകത്ത് ഞാനാകുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. മോശയോടൊരിക്കൽ പറഞ്ഞു, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ എന്ന്. ഞാൻ തന്നെ, മറ്റാരുമില്ല, ഞാൻ തന്നെ. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ ആകുന്നു. ഇവിടെ വിടുവിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് ബൈബിളിനകത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ വിടുവിക്കുന്ന യഹോവ, സൗഖ്യമാക്കുന്ന ദൈവം. ആരെയൊക്കെയോ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം അയച്ച് വിടുവിക്കാൻ പോകുകയാണ്. സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ദൈവവചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. പ്രവചനത്തെക്കാൾ ഒരാളുടെ തലയിൽ കൈവച്ച് ദൂത് പറയുന്നതിനേക്കാൾ ഭയങ്കര എഫക്റ്റാണ് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. വചനം തുളച്ചു കയറുന്നതാണ്. അമ്പെയ്തിറങ്ങുന്നത് പോലെ, തോക്കിൽ നിന്ന് പോകുന്ന ഉണ്ട പോലെ തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം. ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് അവൻ പാറയെ തകർക്കുന്ന ചുറ്റികയെന്ന. വലിയ കൂടം കണ്ടിട്ടില്ലേ? എടുത്താൽ ഇങ്ങനെ വളഞ്ഞു പോകുന്ന കൂടം. അതുകൊണ്ട് വലിയ പാറ എന്ത് ചെയ്യാൻ പറ്റും? പൊട്ടിക്കാൻ പറ്റും. അതിൻ്റെ കമ്പ്, ആ കൂടത്തിൻ്റെ കമ്പ് വലിയ കട്ടിയൊന്നും കാണത്തില്ല. ഇങ്ങനെ പൊക്കുമ്പോൾ അതിൻ്റെ ആ വെയിറ്റ് കൊണ്ടിങ്ങനെ വളയും. പക്ഷെ അതുകൊണ്ട് ഉയർത്തി കല്ലിനെ അടിച്ചാൽ അത് 4 തുണ്ടമായി പോകാൻ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം അതാണ്. നമ്മുടെ കെട്ടുകളെ, ബന്ധനങ്ങളെ പൊട്ടിക്കാൻ വചനത്തിന് ഒരു വലിയ ശക്തിയുണ്ട്. അതുമാത്രമല്ല, ഈ ദൈവത്തിൻ്റെ വചനത്തിന് വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. സൂര്യരശ്മികളെക്കാൾ അധികം വേഗതയിൽ ദൈവത്തിൻ്റെ വചനം ചലിക്കും. ദൈവത്തിൻ്റെ വചനം ഇവിടെ ഉരുവാകുമ്പോൾ, ഈ റൂമിനകത്ത് ദൈവത്തിൻ്റെ വചനം ഉരുവാകുമ്പോൾ, നിങ്ങൾ ഈ വചനം കേട്ട് ആമേൻ പറഞ്ഞാൽ ദൂരെ ഇരിക്കുന്ന നിന്റെ തലമുറയിൽ വരെ ഇത് ചലിക്കും. ആമേൻ. ഇതിവിടം കൊണ്ട് തീരുന്നില്ല. നിന്റെ വീട്ടിലത് ചലിക്കും. നിങ്ങളിരിക്കുന്ന ഇവിടെ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ വീട് എത്ര ദൂരെയാണെങ്കിലും അവിടെ അതിൻ്റെ ക്രിയ നടന്നുകൊണ്ടിരിക്കും. ആ ക്രിയ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഈ വചനത്തിൻ്റെ ശക്തി അങ്ങോട്ട് നിലപാട് വ്യക്തമാക്കുമ്പോൾ, വചനത്തിൻ്റെ ക്രിയ അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീടിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഗതി പിടിക്കാതിരിക്കാൻ, നമ്മുടെ കുടുംബം ഗതി പിടിക്കാതിരിക്കാൻ, നമുക്ക് ഉയർച്ചയുണ്ടാകാതിരിക്കാൻ നാളുകൾ കൊണ്ട് പിശാച് കെട്ടിയ സകല ബന്ധനങ്ങളും അവിടെ അഴിയുകയാണ്.
ആമേൻ. ഇന്ന് രാവിലെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത ഞാൻ പറയുന്നത്, ഒരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി വചനം കൊണ്ട് കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നോ? വചനം നിങ്ങൾക്കൊരു വിടുതലായി ഭവിക്കാൻ പോകുന്നു. വചനത്തിൽ കൂടെ നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടാൻ പോകുന്നു. വചനത്തിൽ കൂടെ നിന്റെ തലമുറയുടെ കെട്ടഴിയാൻ പോകുന്നു. വചനത്തിൽ കൂടെ നിന്റെ ജോലിയുടെ ഭാരം ദൈവം മാറ്റാൻ പോകുന്നു. വചനത്തിൽ കൂടെ നിന്റെ ജീവിതത്തിലെ പിശാച് ബന്ധിച്ച ഏതൊക്കെ മേഖലകളാണോ ആ മേഖലകൾ മുഴുവനും ഫ്രീ ആകാൻ പോകുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രം ആ കരങ്ങ തട്ടി ആമേൻ പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്യുക. ഇത് വിടുതലിൻ്റെ ദിവസമാണ്. ഇത് വിടുതലിൻ്റെ ദിവസമാ. അപ്പോൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വചനം കെട്ടുകളെ പൊട്ടിക്കും. പാറയെ തകർക്കുന്ന പോലെ നിന്റെ നന്മയെ ബന്ധിച്ച, നിന്റെ ഭാവിയെ തടഞ്ഞ, നിന്റെ ജോലിയെ ബന്ധിച്ച, നിന്റെ വിവാഹത്തെ ബന്ധിച്ച സകല തടസ്സങ്ങളും കർത്താവ് വചനം കൊണ്ട് അഴിക്കുന്ന പകല്, വചനം കൊണ്ട് അഴിക്കുന്ന പകല് വിശ്വസിച്ച് സ്തോത്രം ചെയ്തു. ദൈവം തൻ്റെ പദ്ധതി ഇന്ന് പകൽ ജനത്തിനു വേണ്ടി അയക്കുന്നു. അത് സ്വീകരിച്ച ആത്മാവി സ്തോത്രം ചെയ്യ്. ഓ, വിടുതൽ വ്യാപരിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂരെ ഇരിക്കുന്നവർക്ക് ഒരു വിടുതൽ കിട്ടുന്നത്. നമ്മുടെ കൂടെ മീഡിയയിൽ പല ആളുകളുണ്ട്, നൂറുകണക്കിന് ആളുകൾ മീഡിയയിലുണ്ട്. പല ഡിവൈസ് വഴി, പല മാധ്യമങ്ങൾ വഴി നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ആത്മാവി പറയുക, ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഈ ശക്തി അവരിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കാരണം എന്തറിയാമോ? ഈ വചനത്തിൻ്റെ ശക്തി, ഞാൻ പറയുന്ന വാക്ക് ഈ മൈക്കിൽ കൂടെ നിങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇത് ഡിവൈസ് വഴി കണക്ട് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ശബ്ദം ഇതിനകത്താണ് ഒതുങ്ങുന്നത്. പക്ഷേ ഈ വചനത്തിൻ്റെ ശക്തി ഇത് പല വീടുകളിൽ അത് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇവിടുന്ന് തിരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ ചെല്ലുന്നത് ഒരു അന്ധകാരം പിടിച്ച സ്ഥലത്തേക്കല്ല നിങ്ങൾ ചെല്ലുന്നത്. ആമേൻ. നിങ്ങൾ ഇവിടുന്ന് ആരാധിക്കുമ്പോൾ വിടുതൽ അനുഭവിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് പകൽ ഐശ്വര്യപൂർണമായ വിടുതൽ സ്വർഗം നൽകി തരുന്നു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഈ ബുധനാഴ്ച പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ വിടുവിക്കുന്ന ദൈവമാണ്. നിന്റെ കുടുംബത്തെ വിടുവിക്കുന്ന ദൈവമാണ്. തലമുറ വിടുവിക്കുന്ന ദൈവമാണ്. ഹോസ്പിറ്റലിൽ കഴിയുന്ന തലമുറ വിടുവിക്കുന്ന ദൈവമാണ്. വീടിനകത്തിരിക്കുന്ന കുടുംബത്തെ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വചനത്തിലേക്ക് വരാം. വായിച്ച വാക്യം 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യമാണ്. ഒരു ദൂത് ഞാൻ ആ വചനത്തിൽ കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ച് ഞാൻ ശേഷം പ്രാർത്ഥിക്കാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 ലേഖനങ്ങളാണ്. 1 കൊരിന്ത്യർ ലേഖനം, 2 കൊരിന്ത്യർ ലേഖനം. കൊരിന്ത്യയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതിയതാണ് പൗലോസ്. ഈ പട്ടണത്തിൽ ഇരുന്നു കൊണ്ടല്ല, മറ്റൊരു പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെക്കുറിച്ചുള്ള സ്നേഹവും ആഴവും ഉത്തരവാദിത്വവും അവരുടെ ഇടയിലുള്ളതായ പിണക്കങ്ങളും അവരുടെ ഇടയിലുള്ളതായ പാപങ്ങളും അവരുടെ ദൈവത്തിൽ നിന്നുള്ള കാഴ്ചപ്പാട് മങ്ങിയ അവസ്ഥകളും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഗ്രൂപ്പീസവും അപ്പല്ലോസിൻ്റെ പക്ഷവും കേബാബിൻ്റെ പക്ഷവും യേശുവിൻ്റെ പക്ഷവും പൗലോസിൻ്റെ പക്ഷവും ഇങ്ങനെ ഒരു സഭ വല്ലാത്ത കൊളാബറേഷനായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പൗലോസ് ആ കൊരിന്ത്യ സഭയെ ഉറപ്പിക്കാൻ വേണ്ടി, ആ കൊരിന്ത്യ സഭയെ ക്രിസ്തു എന്ന തലയോളം വളർത്താൻ വേണ്ടി, നിങ്ങൾ ഇപ്പോൾ പോകുന്ന പോക്കല്ല, നിങ്ങൾ നോക്കേണ്ടത് അപ്പൊല്ലോസിനെ അല്ല, നിങ്ങൾ നോക്കേണ്ടത് മറ്റൊരു വ്യക്തിയല്ല, പൗലോസിനായ എന്നെ അല്ല, നിങ്ങൾ നോക്കേണ്ടതും നിങ്ങൾ വളരേണ്ടതും ക്രിസ്തുവിനെയാണ് എന്ന് വരച്ച് കാണിക്കുന്ന, അപ്പോൾ തന്നെ പൗലോസിൻ്റെ ഈ സഭയോടുള്ള ദർശനത്തെ രേഖപ്പെടുത്തുന്ന ലേഖനമാണ് കൊരിന്ത്യ ലേഖനം.
കൊരിന്ത്യ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ പൗലോസിനെ വാഴ്ത്തിപ്പാടുകയാണ്. ഭയങ്കര സംഭവമാണ്, ഭയങ്കര വെളിപ്പാടുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്ന കാണാൻ കഴിയും. എന്നാൽ അതേ സഭ കൊരിന്ത്യ ലേഖനത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ വെറുക്കുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. പൗലോസിൻ്റെ ദർശനത്തെ വെറുക്കുന്നു, പൗലോസിൻ്റെ ടീച്ചിങ്ങിനെ വെറുക്കുന്നു, പൗലോസിൻ്റെ പ്രാർത്ഥന ജീവിതത്തെ വെറുക്കുന്നു. അവരുടെ ഇടയിൽ പൗലോസ് പീഡിപ്പിക്കപ്പെടുന്നു. മാനസികമായി, ശാരീരികമായി ഒത്തിരി അസ്വസ്ഥതകൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ പൗലോസ് പറഞ്ഞ ഒരു ലേഖനമാണ്, വാക്യമാണ് നാം വായിച്ച 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? വിടുവിച്ചു. നോക്കിക്കേ, പൗലോസിൻ്റെ ജീവിതത്തിൽ മരണതുല്യമായ, മരിച്ചില്ല, മരണതുല്യമായ വിഷയം പൗലോസ് ഏറ്റുവാങ്ങി ജീവിതത്തിൽ. നമ്മളും ചില സാഹചര്യം അങ്ങനെയല്ലേ, മരിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷെ മരണതുല്യമായ വിഷയങ്ങൾ. മരിക്കാമായിരുന്നു, കൃപയാൽ എങ്ങനെയോ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നു. വേണേ സൂയിസൈഡ് ചെയ്യാമായിരുന്നു, സ്വയം ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ നമ്മൾ തകർന്നു പോകാമായിരുന്നു. നാം അനുഭവിച്ച രോഗങ്ങൾ മതിയായിരുന്നു നമ്മളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്താൻ. പക്ഷേ മരണത്തെ മുഖാമുഖം കണ്ട ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളിൽ ചില ആളുകൾ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടാകാം. ഞാൻ കണ്ടിട്ടുണ്ട് മരണത്തെ മുഖാമുഖമായി കണ്ട സാഹചര്യങ്ങൾ. പക്ഷേ അതിനകത്തൊന്നും അകപ്പെടുത്താതെ തൻ്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്ത് നമ്മളെ സൂക്ഷിച്ച ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ട്. ആമേൻ. മരിച്ചു പോകാൻ ഞാൻ എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. അല്ലെങ്കിൽ ദൈവദാസൻ പറയുന്ന കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ ഒത്തിരി വേദനകൾ, രോഗമാകാം, ദുഃഖമാകാം, പക്ഷേ ഇതൊക്കെ ഇത്രയും പോലും അനുഭവിക്കാത്തവർ സൂയിസൈഡ് ചെയ്തില്ലേ? ഇത്രയും പോലും അനുഭവിക്കാത്തവർ വെന്റിലേറ്ററിൽ കയറിയില്ലേ? ഇത്രയും പോലും അനുഭവിക്കാത്തവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടില്ലേ? എന്നിട്ടും കൃപയാൽ നമ്മെ നിർത്തിയത് ദൈവത്തിൻ്റെ കരുണയാണ്. പോരാ, ഈ സ്തോത്രം പോരാ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് നല്ലൊരു ഹല്ലേലൂയ കൊടുക്കണം. നല്ലൊരു ഹല്ലേലൂയ, നന്നായിട്ടൊരു ഹല്ലേലൂയ കൊടുത്തേ. എനിക്ക് തോന്നുന്നു തണുപ്പ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഇരിപ്പ് കൂടെ കണ്ടപ്പോൾ. ആമേൻ. ഫാൻ വേണമെങ്കിൽ ഓഫാക്കിയേക്കാം. ആ ഫാൻ വേണമെങ്കിൽ ഓഫാക്കിക്കോ. ആമേൻ. നോക്കിക്കേ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വിശ്വസ്തത വേണമെങ്കിൽ മതി. ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ആ കരുതൽ. എവിടെയൊക്കെയോ നമ്മൾ തകർന്നു പോകാമായിരുന്നു, ദൈവം നമ്മളെ നിർത്തി. അത് ദൈവത്തിൻ്റെ കരുണയാണ്. ഒരു വിടുതൽ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. അടുത്തേക്ക് കരം കൊടുത്ത് പറഞ്ഞ്, കർത്താവ് ഒരു വിടുതൽ തരാൻ പോവുകയാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ്, ഹല്ലേലൂയ. ഒരു വിടുതൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. അതിനാണ് കർത്താവ് ദൈവദാസൻ്റെ കയ്യിൽ ഈ വാക്യം തന്നത്. ആമേൻ. ദൈവം ഒരു വിടുതൽ നമുക്ക് വേണ്ടി അയക്കാൻ പോവാം. നിങ്ങൾക്ക് മാത്രമല്ല, അത് ഞാനും ഇന്ന് പകൽ ഏറ്റെടുക്കുകയാണ്. നമ്മളിലൊരു വിടുതൽ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? വിടുവിച്ചു. അടുത്ത പദം, വിടുവിക്കുകയും ചെയ്യും. ഇതുവരെ ഞങ്ങളെ വിടുവിച്ചു. രാമൻ പറഞ്ഞേ, ഇതുവരെ നമ്മളെ എന്ത് ചെയ്തു? വിടുവിച്ചു. വിടുവിച്ചില്ലേ? വിടുവിച്ചേ. ആമേൻ. ഇതുവരെ നമ്മളെ വിടുവിച്ചു. പൗലോസ് പറയുകയാണ്, ഇനിയും ഞങ്ങളെ എന്ത് ചെയ്യും? അവൻ്റെ പ്രത്യാശ കണ്ടോ? ആ ഉറപ്പ് കണ്ടോ? ആ ധൈര്യം കണ്ടോ? ഞങ്ങൾ എന്ത് ചെയ്യും? ഇനിയും ഞങ്ങളെ എന്ത് ചെയ്യും? വിടുവിക്കും. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടം കൊണ്ട് ഞാൻ തീരുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകരുത്. ഇന്ന് പകൽ ഇങ്ങനെ പറയണം, ഇനിയും എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. ഹല്ലേലൂയ.
ഇനിയും എൻ്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും. ഇനിയും എൻ്റെ തലമുറയ്ക്ക് സൗഖ്യം കർത്താവ് കൊടുക്കും. ഇനിയും ഞങ്ങളെ മാനിക്കും. ആ പദം നിങ്ങൾ ആത്മാവിൽ നിന്ന് പക കേട്ടോണ്ടിരിക്കാതെ പറഞ്ഞേ, ഇനിയും ഞങ്ങളുടെ ഈ അവസ്ഥ മാറും. ഹല്ലേലൂയ. ഇവിടെ വരെ നടത്തിയ ദൈവം ഇനിയും സർവശക്തനായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വന്നതുപോലല്ല, നിരാശയോടെയല്ല, എന്ത് ചെയ്യും എന്ന ചോദ്യത്തോടല്ല. ഇറങ്ങിപ്പോകുമ്പോൾ നാം നമ്മോട് തന്നെ പറയണം, എൻ്റെ ദൈവം ഇനിയും എൻ്റെ ജോലി വിശാലമാക്കും, ഇനിയും എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും, ഇനിയും എൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം നീക്കിത്തരും, ഇനിയും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്കൊരു വളർച്ച തരും, ഇനിയും എൻ്റെ കുടുംബത്തിൽ നാമെ ബാധിക്കുന്ന കെട്ടുകൾക്കും പൈശാചിക മണ്ഡലത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കും. ഇന്ന് പകലത്ത് ഞാൻ പറഞ്ഞതല്ല, വേദപുസ്തകത്തിനകത്ത് പറഞ്ഞ വചനം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. ഇനിയും നിങ്ങൾ ചില നന്മ കാണാനിരിക്കുന്നതേ ഉള്ളൂ, ഇനിയും ചില നന്മകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ, ഇനിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞേ ഹല്ലേലൂയ. ഈ 2024 മെയ് മാസം 22-ാം തീയതി വരെ നടത്തിയ ഒരു ദൈവമുണ്ട്, ഇനിയും നിങ്ങളെ ഭദ്രമായി പരിപാലിക്കുന്ന ദൈവം. കരമൊയടിച്ച് ഇതുവരെ നടത്തിയ ദൈവത്തിന്, ഇതുവരെ ജോലി തന്ന ദൈവത്തിന്, ഇതുവരെ കുഞ്ഞുങ്ങളെ പരിപാലിച്ച ദൈവത്തിന്, ഇതുവരെ കഷ്ടങ്ങൾ നീക്കിയ ദൈവത്തിന്, ഇതുവരെ രോഗസൗഖ്യം തന്ന ദൈവത്തിന്, ഇതുവരെ ആയുസ്സും ആരോഗ്യം തന്ന ദൈവത്തിന് ഇന്ന് പകൽക്കാലം ഉറപ്പോടെ പറയണം, ഇനിയും എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും, ഇനി എൻ്റെ കൊച്ചുങ്ങൾക്ക് വഴി ദൈവം തുറക്കും. കഴിഞ്ഞിട്ടില്ല. ഈ മരണകരമായ ഭയത്തിൽ നിന്നും, ഈ മരണകരമായ ഇത്ര ഭയങ്കരമായ മരണപാശങ്ങളിൽ നിന്നും ഞങ്ങളെ ദൈവം വിടുവിച്ചെങ്കിൽ ഈ ബുധനാഴ്ച പറയണോ, ഈ ഭയങ്കരമായ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ ദൈവം വിടുവിച്ചെങ്കിൽ ഇനിയും എൻ്റെ കർത്താവ് വിടുവിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ സ്ഥിതി മാറാൻ പോവാ, നിങ്ങളുടെ സാഹചര്യം മാറാൻ പോകുകയാ. നിങ്ങൾ നിന്നതല്ല, പാട്ടുകാരൻ പാടി, നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാണ്. നേടിയതല്ല ഞാൻ, ദൈവം എല്ലാം എന്ത് ചെയ്താണ്? തന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ പരിപാലിച്ച ഒരു ദൈവം നിങ്ങളെ ഇനിയും പരിപാലിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണ്, സർവനീതിയുള്ളവനാണ്. ഇന്നു പകൽ നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ തലമുറയുടെ കെട്ട് കർത്താവ് അഴിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധനം ദൈവം അഴിക്കാൻ പോകുകയാണ്. നാളുകൾ കൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ഒരു മറുപടി കർത്താവ് ഇനിയും വെളിപ്പെടുത്താൻ പോകുകയാണ്. ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. എൻ്റെ ഗതി ഇങ്ങനായല്ലോ, എൻ്റെ കൊച്ചിങ്ങനായല്ലോ, എൻ്റെ സാഹചര്യം ഇങ്ങനായല്ലോ, നിരാശപ്പെടേണ്ട. ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. ഇനിയും നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ സമയമുണ്ട്. ഭയങ്കരമായ മരണത്തിൽ നിന്ന് പൗലോസിനെ ദൈവം വിടുവിച്ചപ്പോൾ പൗലോസ് പറയുക, ആമേ, ഭയങ്കര മരണഭീതിയിൽ നിന്ന്, ഭയങ്കര മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവം. ഇന്ന് പകൽ ആ ഒരു പദം ചിന്തിച്ചാൽ മതി. ഭയങ്കരമായ പ്രതിസന്ധികൾ, ശത്രുവിൻ്റെ ചീറ്റലുകൾ നിങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചപ്പോൾ നിങ്ങൾ പാർക്കുന്ന ദേശത്ത് വീട്ടിൽ നിങ്ങളെ നിർത്തത്തില്ല, നിൻ്റെ കൊച്ചുങ്ങളെ ഉറപ്പിക്കത്തില്ല, നന്മ വെളിപ്പെടുത്തത്തില്ല, ആമേൻ, സ്വസ്ഥ തരത്തില്ല, രാത്രി കിടക്കയിൽ ഉറക്കത്തില്ല, തിരിച്ചും മറിച്ചും ബന്ധിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ പലതും നിങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചപ്പോൾ ഇന്ന് പകൽ പൗലോസ് പറഞ്ഞതുപോലെ പറ, ഇത്ര വലിയ ഭയങ്കരമായ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവത്തിന് ഇനിയും ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. അവിടെ നിങ്ങൾ ഉറപ്പ് പ്രാപിക്കുമ്പോഴാണ് ദൈവം തൻ്റെ കരം വെളിപ്പെടുത്തുന്നത്. ഇനിയും ചില വിടുതലുകളുണ്ട്, ഇനിയും ചില മാറ്റങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുകയാ, ഇനിയും നിന്റെ തലമുറയിൽ ദൈവവത്വത വെളിപ്പെടാൻ പോകുകയാ. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നിങ്ങൾ കാണുകയില്ല. ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം ചെയ്യുക. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നിങ്ങൾ കാണുകയില്ല. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നിങ്ങൾ കാണുകയില്ല. ഹല്ലേലൂയ. വാരം മുഴക്കിക്കൊണ്ട് കൊള്ള പങ്കിടും, കൊന്നുകളയും എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ പുറകെ വന്ന മിസ്രയീമ്യരെ ചെങ്കണ്ണകത്ത് മുക്കിക്കൊന്നപ്പോൾ ഇസ്രായേൽ മക്കൾ പാടി, അവർ ആത്മാവിൽ ആരാധിച്ചു. അവർ പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഞങ്ങൾ ഒരു നാൾ കാണുകയില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യണം. ഇസ്രായേൽ മക്കൾക്ക് നേരെ
ചീറ്റപ്പുലികളെ പോലെ പാഞ്ഞെടുത്ത് വന്ന ഇസ്രായേൽ മക്കൾക്ക് നേരെ വന്ന ഫറവോനും സൈന്യവും, അവരുടെ കയ്യിൽ ഇരുമ്പ് രഥങ്ങളുണ്ട്. ഇരുമ്പ് രഥത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അവരുടെ കയ്യിൽ ഇരുമ്പ് ആയുധങ്ങളുണ്ട്. വെട്ടിക്കൊല്ലുവാൻ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. കൊള്ള പങ്കിടുവാനുള്ളതായ ത്രാണി, ആരോഗ്യം അവർക്കുണ്ട്. പക്ഷെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് പുറകെ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ഫറവോനും സൈന്യവും നോക്കുക, അവർ എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാതെ മുമ്പോട്ട് പോകുമ്പോൾ ചെങ്കടൽ എന്ന് പറഞ്ഞാൽ നദിയല്ല, കടലാണ്. ഇക്കരെ നിന്നാൽ അക്കരെ കാണാൻ പറ്റാത്ത കണ്ണിൻ്റെ മുമ്പിൽ അനന്തമായി വെള്ളങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെങ്കടലാണ്. അതിനകത്ത് രക്ഷപ്പെടാൻ ഇറങ്ങിക്കയറാൻ ഇച്ചിരി പ്രയാസമാണ്. ആ സാഹചര്യത്തിൽ ചെങ്കടലിൻ്റെ തീരത്ത് ഈ ഇസ്രായേൽ മക്കൾ കിടക്കുമ്പോൾ അവർ കണ്ടു, തലപൊക്കി നോക്കിയപ്പോൾ അവർ കണ്ടു അവരുടെ പുറകെ ഫറവോനും സൈന്യവും അവരെ കൊന്നുകളയാൻ, അവരുടെ കൊള്ള പങ്കിടാൻ വേണ്ടി അവരുടെ പുറകെ പാഞ്ഞെടുത്തു വരികയാണ്. അവരുടെ അതരത്തിൽ ഒരു ജൈവിളി പോലെ അവർ ഉറക്കെ പറയുന്നുണ്ട്, ഞങ്ങളവരെ കൊള്ളയിടും, ഞങ്ങളവരെ തകർക്കും എന്ന ഉങ്കാര ശബ്ദത്തോടുകൂടെ ഇസ്രായേലിൻ്റെ നേരെ ആഞ്ഞെടുത്തു വരുന്ന ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും കണ്ട് ഈ ജനം പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എന്നാൽ വശം ചേർന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ രണ്ട് വശങ്ങളിലും കൂറ്റൻ മലകളാണ്. രണ്ട് മലകളുടെയും ഇടയിൽ താഴ്വരയിൽ ഈ ഇസ്രായേൽ മക്കൾ പകച്ചു നിൽക്കുകയാണ്. അവർ മോശയോട് ചോദിക്കുന്നു, ഞങ്ങളെ ഇവിടെ ഇട്ട് കൊല്ലാൻ കൊണ്ടുവന്നതാണോ? മോശയോട് ചോദിച്ച ചോദ്യമാ, ഞങ്ങളെ ഇവിടെ ഇട്ട് കൊല്ലാൻ കൊണ്ടുവന്നാണോ? മിസ്രയീമിൽ ശവക്കല്ലറയില്ലേ? എന്തിന് ഞങ്ങളോട് ഈ ദ്രോഹം നീ ചെയ്യുന്നു? ഇത്രയും ജനം ഒരുമിച്ച് മോശയോട് ചോദിക്കുമ്പോൾ മോശ ഒറ്റയ്ക്ക് മാറി നിന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു. ദൈവമേ, അങ്ങ് പറഞ്ഞിട്ട് ഈ ജനത്തെ ഞാൻ ഇവിടെ എത്തിച്ചു, പക്ഷേ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ചെങ്കടലാണ്, പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ഫറവോനും സൈന്യമാണ്, വശം ചേർന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കൂറ്റൻ മലകളാണ്. ഈ താഴ്വരയിൽ നിൽക്കുന്ന ജനം എന്ത് ചെയ്യും? പകച്ചു നിൽക്കുന്ന ജനം പിറുപിറുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞൊരു ദൈവശബ്ദമാ, മോശേ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വടിയാണ്, അതിനെ കൊണ്ട് നീ ആ വെള്ളത്തെ അടിക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ കിടക്കുന്ന പ്രതിസന്ധിയും നീ അടിക്ക്, നിന്റെ വഴിമുടക്കിയായി നിൽക്കുന്ന ബന്ധനത്തെ നീ അടിക്ക്. അവിടെ ഞാൻ എൻ്റെ പദ്ധതി വെളിപ്പെടുത്തും. മോശ വടി കൊണ്ട് ചെങ്കടലിനെ അടിച്ചു. ചെങ്കടലിനകത്തൂടെ ചെങ്കൽപ്പാത ഉണ്ടായി. രണ്ടു വശങ്ങളിലും വെള്ളം അക്വേറിയം പോലെ നിന്ന് മടകെട്ടി ഭിത്തി പോലെ നിന്നു. ചെങ്കൽപ്പാത ഉണങ്ങിയ സ്ഥലത്തൂടെ ഇസ്രായേൽ കുഞ്ഞുകുട്ടികൾ, ആവാലവൃത്തം, മൃഗസമ്പത്ത് മുഴുവനും, അവരുടെ രഥചക്രങ്ങൾ മുഴുവനും അക്കരെ കയറി. പുറകെ പിന്തുടരാൻ വന്ന മിസ്രയീമ്യർ എന്ത് ചെയ്തു? ആ കടലിൻ്റെ നടുക്കണ്ടം വന്നപ്പോൾ യഹോവയായ ദൈവം ആ വെള്ളത്തെ കൂട്ടിച്ചേർത്തു. വാഴപ്പിണ്ടി പൊങ്ങി താഴുന്നതുപോലെ ഇസ്രായേൽ മക്കൾക്ക് നേരെ വന്ന, പ്രതികൂലമായി വന്ന, ജീവനെ പിടിച്ചടക്കാൻ വന്ന, കൊള്ളയിടാൻ വന്ന, നന്മ അപകരിക്കാൻ വന്ന, ആളിൽ നശിപ്പിക്കാൻ വന്ന ഫറവോനും സൈന്യവും അവരുടെ ഇരുമ്പ് രഥങ്ങളും വാളും പരിചയും മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി. എന്നാൽ സ്വർഗം പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നിങ്ങൾ മേലാൽ കാണുകയില്ല. ഒരു സ്തോത്രം പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലിന് സമമായ ചില വിഷയങ്ങളുണ്ട്. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ, കരഞ്ഞിട്ട് മറുപടി കിട്ടാത്ത വിഷയങ്ങൾ, എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. എന്നാൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നിന്റെ നന്മയ്ക്ക് പുറകെ വരുന്ന ശത്രുവിനെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് പുറകെ വരുന്ന ബന്ധനത്തെ പിന്തുടരും, കൊള്ള പങ്കിടും, സ്വസ്ഥത തരത്തില്ല, നശിപ്പിക്കുമെന്ന് പറയുന്ന ഇന്ന് പകൽ നിങ്ങൾക്ക് പുറകെ വരുന്ന
വരുന്ന ചില പറവോന്യ ശക്തികളെ ഈ ബുധനാഴ്ച പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം മൂക്കിക്കൊന്ന ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന പകലാണെന്ന് ഞാൻ ദൈവാത്മാവെ പ്രവചിക്കുകയാ. ഷുഡരാബൻ ആലയത്തിൽ മാത്രമല്ല, സൂമിലിരിക്കുന്ന പ്രിയപ്പെട്ടവരും ആരാധിച്ചു തുടങ്ങിക്കോ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു തുടങ്ങിക്കോ. ഇന്ന് പകൽക്കാലം ശത്രുവിനെ കൊന്നൊടുക്കിയ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ നിങ്ങൾക്കൊരു വിടുതലാണ്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ വിടുവിച്ചെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയാ, ഇത്ര വലിയ ഭയങ്കര മരണത്തിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം വിടുവിച്ചെങ്കിൽ ഇനിയും വിടുവിക്കോ. ഇന്ന് പകൽ പറയണോ, ഇനിയും എനിക്ക് വിടുതൽ കിട്ടോ. ഷൂഡാരാവാന ഹതനാദ രാജാന, ഇനിയും എനിക്ക് വിടുതലുണ്ടാകും. ഇന്നലകളിൽ ശത്രുവിനെ മുക്കിപ്പൊക്കിയെങ്കിൽ, ഇന്നലകളിൽ ദുഷ്ടനെ അപകരിച്ചെങ്കിൽ, ഇനിയും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഓ രാജാന രാജാന ഞാൻ ആത്മാവി പ്രവചിക്കുകയാ. നിന്റെ തലമുറയോട് ബന്ധിച്ച ഫറവോന്റെ ശക്തികൾ, നിന്റെ കുടുംബത്തോട് ബന്ധിച്ച ഫറവോന്റെ ശക്തികൾ, നിന്റെ കൊച്ചുങ്ങളുടെ വിവാഹത്തോട്, ജോലി മണ്ഡലത്തോട്, എക്സാമിനേഷനോട് ബന്ധിച്ച ശത്രുവിന്റെ ശക്തികൾ, നിന്റെ തലമുറയുടെ ബുദ്ധി മണ്ഡലങ്ങളെ കെട്ടിയ പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് പകല് മുങ്ങിപ്പൊങ്ങാൻ പോകയാ. ഇത് ദൈവ ശബ്ദമാണ്. നിങ്ങളുടെ തലയിൽ ഞാൻ കൈവച്ചില്ലെങ്കിലും ഇതിന്ന് പകൽ നിങ്ങൾക്കുള്ള ദൂതാണ്. ഇന്ന് പകൽ ഏതോ പൈശാചിക മണ്ഡലങ്ങൾ നിനക്കെതിരെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ അവയോർത്ത് ഭാരപ്പെടരുത്. ഇന്ന് പകൽ ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഇത്ര വലിയ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാ, ഞങ്ങളെ ഇത്ര വലിയ മരണത്തിൽ നിന്ന്, ഭയങ്കര മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഭയങ്കര മരണത്തിൽ നിന്ന് വിടുവിച്ചു. സത്യമല്ലേ? ഞാൻ പറഞ്ഞു വന്ന ഉദാഹരണത്തിൽ ഈ ചെങ്കടൽ പിളർന്നില്ലായിരുന്നെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ കൂടെ വരണേ, ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. എൻ്റെ പൊന്നച്ച, ഈ ചെങ്കടൽ പിളർന്നില്ലായിരുന്നെങ്കിൽ ഒരു ഭയങ്കര മരണം അവിടെ സംഭവിച്ചാനെ. വാഴപ്പെട്ടി വെട്ടുന്നത് പോലെ ഈ ജനത്തെ ഈ ഫറവോനും കൂട്ടരും വെട്ടി നശിപ്പിച്ചാനെ. പ്രതികരിക്കാൻ ഇസ്രായേലിന് കഴിയത്തില്ല. അതിനുള്ള ആയുധമില്ല, അതിനുള്ള ത്രാണിയില്ല. കാരണം ചില വർഷങ്ങളായി ഇവരുടെ അടിമ വീട്ടിൽ കിടന്ന് ചാട്ട കൊണ്ട് അടി വാങ്ങിച്ച സാധുക്കളായി ഇവര്. ഈ ചെങ്കണ്ട തീരത്തിട്ട് ഇവരെ കൊത്തി അരിയേണ്ട സമയമാ. പക്ഷെ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവരെ വിടുവിച്ചെങ്കിൽ മൗനമായിരിക്കരുത്. എവിടൊക്കെ വെച്ച് തകർക്കാമായിരുന്നു, എവിടൊക്കെ വെച്ച് തീർക്കാമായിരുന്നു, എവിടൊക്കെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ വിടുവിച്ച ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ വിശ്വസിക്കുന്ന പറ, ഇനിയും വിടുവിക്കും, ഇനിയും വിടുവിക്കും. ഓ രാജാ രാജാന ഹംദാ രാജാന ദീപാരാബാന, ഇനിയും വിടുവിക്കും. ശകരാദാന, ഇനിയും വിടുവിക്കും. ഓ രാബാ രാബാ ശംബൽ ഖരാദാന, ഇനിയും വിടുവിക്കും. ഓ രാജാ രാജാന ഹദരാദാന. ദുഃഖം ദളം കെട്ടി കുടുംബം തീരാമായിരുന്നു, ജീവിതത്തിൽ തകർച്ചകൾ വരാമായിരുന്നു. നാലാടെ മുമ്പിൽ നിങ്ങൾ പരസ്യകൊലമാകാമായിരുന്നു. കൂട്ടുകാരുടെ മാത്രമല്ല സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ ചോദ്യചിഹ്നമാകാമായിരുന്നു. ഹല്ലേലൂയ ജീസസ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ബൈബിളും എടുത്ത് നടന്ന് യേശുവേ എന്ന് പറഞ്ഞ് നടക്കുന്ന നിന്റെ വീട്ടിൽ എന്തുകൊണ്ടെന്ന് ചോദിക്കാം, നാട്ടുകാർ ചോദിക്കാമായിരുന്നു. ഇത്ര വലിയ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ചൊരു ദൈവം, ഇത്ര വലിയ പ്രതിസന്ധി നിന്ന് കൈക്ക് പിടിച്ച ദൈവം, ഇത്ര വലിയ വേദനയിൽ നിന്ന് താങ്ങിയ ദൈവം,
മരണങ്ങൾ മുമ്പിൽ വന്നിട്ടും ഏൽപ്പിച്ചു കൊടുക്കാതെ തടഞ്ഞു നിർത്തിയ ദൈവം, അടുത്ത വാക്യം നമ്മുടെ ദൂത്, ഇനിയും വിടുവിക്കും, ഇനിയും വിടുവിക്കും. ചെങ്കടലിന് മുമ്പിൽ ആമേൻ ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടതല്ല ഇവിടുത്തെ കഥ. ആമേൻ ചെങ്കടലിൻ്റെ അകത്ത് ഫറവോനു സൈന്യം മുങ്ങിപ്പൊങ്ങിയതല്ല ഇവിടുത്തെ കഥ. ആമേൻ മരണകരമായ വിഷയത്തിൽ നിന്ന് ഇന്നലകളിൽ വിടുവിച്ചതല്ല ഇവിടുത്തെ ചിന്ത. അടുത്ത വിഷയമാ ഇനിയും വിടുവിക്കുന്നൊരു ദൈവമാണെന്ന്. ഈ ബുധനാഴ്ച പകൽ ചിലതിനെ നോക്കി ഞാൻ ആത്മാവെ പ്രവചിക്കുകയാ. ഇന്ന് രാവിലെ ദൈവാത്മാവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ, ഈ വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എൻ്റെ ജനത്തോട് ഇന്ന് പകൽ പറയണോ, ഞാൻ വിടുവിക്കുന്ന ദൈവമാണ്, ഇന്നലകളിൽ വിടുവിച്ചവനാണ്, ഇനിയും ഞാൻ വിടുവിക്കുമെന്ന്. അത് ഇന്ന് പകൽക്കാലം അപ്പടി ഞാൻ മാറ്റി പറയാതെ ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുകയാണ്. നിങ്ങളെ വിടുവിക്കുന്ന ദൈവം, വിടുവിച്ച ദൈവം ഇനിയും വിടുവിക്കും, ഇനിയും വിടുവിക്കും. ഹല്ലേലൂയ. അതൊക്കെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നത് ഈ ഒരു വാക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയാ. ഭാരപ്പെടേണ്ട, ഇനിയും ഞാൻ വിടുവിക്കും. ഇസ്രായേലിനെ വിടുവിച്ച ദൈവം നമ്മെയും വിടുവിക്കും. പൗലോസ് പറയുകയാണ്, ഇത്ര വലിയ ഭയങ്കരമായ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഭയങ്കര മരണത്തിൽ നിന്ന്, സാധാരണ മരണമല്ല അത്, ഭയങ്കര മരണത്തിൽ. സാധാരണ പ്രശ്നമല്ല. സാധാരണ പ്രശ്നമാണെങ്കിൽ നിങ്ങളിവിടെ വരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഭയങ്കര പ്രശ്നം, ഒത്തിരി കരഞ്ഞ് നിലവിളിച്ച വിഷയം. ഒത്തിരി ദൈവദാസന്മാർ ആലോചന പറഞ്ഞു, ഡേറ്റ് പറഞ്ഞിട്ട് പോലും നടക്കാത്ത വിഷയം. എന്ത് ചെയ്യുന്ന നിരാശപ്പെടുന്ന വിഷയങ്ങൾ, ഭയങ്കര വിഷയമാണ്. ഇന്നെങ്കിൽ ഇന്നും മറുപടി കിട്ടേണ്ട വിഷയങ്ങൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു, ഒരു വിടുതലുണ്ട് നിങ്ങൾക്ക്. സ്തോത്രം പറയാമോ? ഒരു വിടുതലുണ്ട് ബ്രദറെ, ഒരു വിടുതലുണ്ട്, ഭയങ്കര വിടുതൽ. പക്ഷെ ആത്മാവ് പറയുക, നിന്നെ ബന്ധിച്ചിട്ടിരിക്കുക. പാരമ്പര്യ ശക്തികൾ, നീ ചെയ്യുന്ന കൈകൊണ്ട് ചെയ്യുന്ന തൊഴിലിനെ പോലും നഷ്ടമാക്കി, കടമാക്കി, കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാതെ. ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുക, പക്ഷെ ആത്മാവിനോട് പറയുന്നു, നീ കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാതെ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന കെട്ട് കർത്താവ് ഇന്ന് പകൽ അഴിക്കാൻ പോവാ. ആത്മാവിനോട് ആ പദം പറയുന്നു, ജീസസ്. ജോലിയുമായി ബന്ധപ്പെട്ട് കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാതെ, ജീസസ്, ഞെരുക്കം കൊണ്ടുവരുന്ന ശക്തി ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പറയുകയാ, ഇനിയും നീ വിടുതൽ കാണും. മരണം പല പ്രാവശ്യം നിന്റെ മുമ്പിൽ കണ്ടതാ. ജീവിതത്തിൽ നീ തകർന്നു പോയവനാ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാ. ജീസസ്, വിടുവിക്കുന്ന ദൈവമാ. ജീസസ്. ഒരു 4 വീലർ ദൈവം എന്നെ കാണിക്കുന്നു. ഒരു 4 വീലർ കർത്താവ് ആക്സിഡൻറ്റുകൾ വരുത്താൻ, അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ, അതിനകത്ത് ജോലിയുമായി ബന്ധപ്പെട്ട്, ഹല്ലേലൂയ, അതിനകത്ത് ഗതി പിടിപ്പിക്കാതെ ശൂന്യത വരുത്തുന്ന ശക്തി ഇന്ന് പകൽ അഴിയാൻ പോവാ. ഊടാരാജാരാധന. വാഹനത്തിൽ പോയി ജോലി ചെയ്യുന്ന അവസ്ഥ കർത്താവ് എന്നെ കാണിക്കും. ഇന്ന് പകൽ അക്കെട്ട് കർത്താവ് അഴിക്കാൻ പോവാ. പ്രാപിച്ചോ. ഒന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഭയങ്കരമായ പ്രശ്നത്തിൽ നിന്ന്, കുടുംബജീവിതം പോലും തകർത്ത് കളയാൻ, ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർച്ചയില്ലായ്മയാക്കാൻ, ആമേൻ, വഴക്കുണ്ടാക്കുന്ന ഒരു പൈശാചിക മണ്ഡലം നിന്നെ വിട്ടിന്ന് പകൽ അഴിയാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ. സ്വസ്ഥത വെളിപ്പെടുത്താത്ത ദൂഷ്ടശക്തി അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽ ഭയങ്കരമായൊരു വിടുതൽ, ദൈവത്തിൻ്റെ ഭയങ്കരമായ ശക്തി. ഹല്ലേലൂയ. വിടുവിക്കുന്ന ദൈവം. ഒന്ന് പറഞ്ഞേ, വിടുവിക്കുന്ന ദൈവം. ആരെയാണ് വിടുവിക്കുന്നത്? 2 വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്ക് ആ വാക്യം ചിന്തിക്കാം. ആരെയാണ് വിടുവിക്കുന്നത്? അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ തന്നെയുണ്ട്.
2 കൊരിന്തി 1:10 കുറിവാക്യം വായിച്ചതെങ്കിൽ 9 വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. ആരെയാണ് വിടുവിക്കുന്നത്? അത് ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയാണ് ദൈവം വിടുവിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കണം. ആരിൽ ആശ്രയിക്കണം? ജീവനുള്ള ദൈവത്തിൽ എന്ത് ചെയ്യണം? കണ്ട കല്ലും മണ്ണും സിമെന്റും പ്ലാസ്റ്റർ ഓഫ് പാരീസത്തിലല്ല ആശ്രയിക്കേണ്ടത്. ജീവനുള്ള ദൈവത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന തന്നെ ആശ്രയിക്കണം. അപ്പോൾ ഒരു വിടുതൽ വേണമെങ്കിൽ, ഒരു ദൈവ പൈതലിന് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ, വിടുതൽ വേണമെങ്കിൽ, ദൈവത്തിൽ നിന്നാണത് ലഭിക്കേണ്ടതെങ്കിൽ നാം ദൈവത്തിൽ തന്നെ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. സങ്കീർത്തനം 108:6 കൂടെ ഒന്ന് വായിച്ചു. സങ്കീർത്തനം 108:6. ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം, മറ്റാരിലും ആശ്രയിക്കരുത്. കാരണം വേദപുസ്തകം പറയുന്നത്, ഞാനല്ലാതെ ഒരു വഴിയില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ കടപ്പാൻ പറ്റില്ല. അപ്പം ദൈവം തന്നെ ആശ്രയമായിരിക്കണം. 108 സങ്കീർത്തനം 6 വാക്യം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ചു. ആരെയാണ് വിടുവിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ വിടുവിക്കണമെന്ന് ആശ്രയിക്കുന്നവരെയാണ് ദൈവം വിടുവിക്കുന്നതെന്ന് 9 വാക്യത്തിൽ നമ്മൾ 2 കൊരിന്തി 1 വായിച്ചെങ്കിൽ, ഇവിടെ കുറച്ചുകൂടെ ഇറങ്ങിപ്പറയുക. ആശ്രയിക്കുന്നവരെന്ന് പറഞ്ഞ് നിർത്തുകയല്ല, കുറച്ചുകൂടെ ഇറങ്ങി പറയുക. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇറങ്ങി പറയുക. എന്താ പറയുന്നത്? നിനക്ക് പ്രിയമായവരിൽ. ആമേൻ. അപ്പോൾ ആരെയാ ദൈവം ആശ്രയിക്കുന്നത്? ആർക്ക് പ്രിയമായവരിൽ? നമുക്കല്ല. നമുക്കാണോ? അല്ല. മനസ്സിലായോ? നമുക്കല്ല, ദൈവത്തിന് പ്രിയനായവരിൽ. അപ്പം ദൈവത്തിന് നമ്മൾ ആരാകണം? പ്രിയരാകണം. സ്തോത്രം. ഈ ലാസറിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, ബഥാനിയയിലെ വീട്ടിലെ ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തി, 2 സഹോദരിമാരും ഒരു സഹോദരനുമുള്ള വീട് ബഥാനിയ. യേശു എപ്പോഴും ആ ബഥാനിയ പട്ടണത്തിൽ ചെന്നാൽ ഇവരുടെ വീട്ടിൽ പോയി, എൻ്റെ ഭാഷയിലങ്ങ് പറയുക, ബൈബിളിനകത്തില്ല, ഒരു ചായ കുടിക്കാതെ പോകുകയില്ല. അത്രയ്ക്ക് അഭേദ്യ ബന്ധമുള്ള ഒരു വീടായിരുന്നു ബഥാനിയിലെ ലാസറിൻ്റെ വീട്. ലാസറിനെ പറ്റി പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കും, ദൈവത്തിന് പ്രിയനായവൻ. ആരായിരുന്നു? ദൈവത്തിന്, യേശുവിന് പ്രിയനായവൻ. അടുത്ത പറയുന്നു, യേശു അവനെ അധികം സ്നേഹിച്ചവൻ. കണ്ടോ? പ്രിയനാണെങ്കിലുള്ള ഗുണം നോക്കിക്കേ, അധിക സ്നേഹം കിട്ടും. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ പ്രിയരാണെങ്കിൽ എന്തോ കിട്ടും? അധിക സ്നേഹം കിട്ടും. അധിക സ്നേഹം കിട്ടിയാൽ അതിനുള്ളതെല്ലാം നമുക്ക് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ, അധികം നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ, ആ വ്യക്തിക്കുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കിട്ടും. ഇല്ലേ? സ്നേഹമില്ല കിട്ടത്തില്ലല്ലോ. സ്നേഹമില്ല കിട്ടത്തില്ല. ബ്രദറിന് ഞാൻ എന്തെങ്കിലും തരണമെങ്കിൽ എനിക്ക് എന്തോ ഉണ്ടാകണം? സ്നേഹം ഉണ്ടാകണം. അല്ലേ? ഒരു ചെറിയ സ്നേഹം വരുമ്പോൾ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാം. പക്ഷെ അധിക സ്നേഹമാണെങ്കിലോ? അധിക സ്നേഹമാണ്, ഒത്തിരി സ്നേഹമാണ്. എന്തു ചെയ്യും? എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും ഞാൻ കണ്ടെത്തി നിങ്ങൾക്ക് തരും. അതെൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വായിക്കുകയാണ്, അധികം സ്നേഹം. ഇന്ന് രാവിലെ ആത്മാവി പറയാം, ഒന്നും ഇന്ന് പകൽ നേടിയില്ലെങ്കിലും ഇത് നേടിക്കണം, കർത്താവിൻ്റെ അധിക സ്നേഹം. കർത്താവിൻ്റെ അധിക സ്നേഹം നിങ്ങൾ വാങ്ങിച്ചാലുള്ള ഗുണം എന്തറിയാമോ? അവനുള്ളതെല്ലാം നമ്മുടേതാ. ഒരാലേലുയ പറഞ്ഞാട്ടെ. മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. മക്കൾക്കുള്ളതല്ല പ്രിയ മക്കൾക്കുള്ളത്. ആമേൻ. പ്രിയ മക്കൾ എന്ന് പറയുന്നത് അപ്പൻ്റെ മക്കളാണ്, ബ്ലഡാണ് പ്രിയ മക്കൾ. സ്തോത്രം. ഇവിടെ കുഞ്ഞുങ്ങളിൽ, ചർച്ചയിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ മക്കളെ എന്ന് വിളിക്കും. പക്ഷെ അവരൊന്നും എൻ്റെ മക്കളല്ല. ആ ഓടിപ്പോകുന്ന അവനാണ് എൻ്റെ പ്രിയ മകൻ. ഹല്ലേലൂയ. അപ്പോൾ എനിക്കുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്ന ആർക്കാ?
ഈ ചർച്ചയിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കല്ല കൊടുക്കുന്നത്. ഞാൻ മക്കളെന്ന് വിളിച്ചത് കൊണ്ട് എൻ്റെ വണ്ടി, എൻ്റെ വസ്തു, എൻ്റെ വീട്, എൻ്റെ സമ്പത്ത് ഒന്നും ഞാൻ അവന് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ പ്രിയ മക്കൾക്ക് ഞാനത് കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ എനിക്ക് പ്രതികൂലമാകും. അതാണ് പ്രിയ മക്കളുടെ പ്രത്യേകത. ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ശ്രദ്ധിക്കൂ, ആരെയാണ് ദൈവം വിടുവിക്കുന്നത്? വഴിയെ പോകുന്നവരെ അല്ല ദൈവം വിടുവിക്കുന്നത്.